ഹായ്, ഡെന്റിസ്റ്റിൻ്റെ കുപ്പായം ഇട്ടിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറച്ച് വീഡിയോസിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് പല്ല് ക്ലീൻ ചെയ്യേണ്ടത്, പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്പം ഇന്ന് ഞാൻ പറയുന്നത് പല്ലിൻ്റെ ഇടഭാഗങ്ങൾ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. നമ്മൾ നോർമലായിട്ട് ബ്രഷ് ചെയ്തെന്ന് പറഞ്ഞാലും പല്ലിൻ്റെ ഇടയിൽ സാധാരണ കൂടുതലായിട്ട് കേടുകൾ കണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണം കയറുന്ന ഒരു രീതി നമ്മൾ പൊതുവായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പം അങ്ങനെ ഭക്ഷണം കയറുമ്പോൾ പൊതുവേ നമ്മളെല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ടൂത്ത് പിക്ക് ഇട്ട് കുത്തിയെടുക്കുക, അല്ലെങ്കിൽ ഈർക്കിലി, കറിവേപ്പിലയുടെ തണ്ട്, സേഫ്റ്റി പിൻ, ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ വില്ലന്മാരാണ്. നമ്മളിത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം പല്ലിൻ്റെ ഇടയിൽ അത്രയും ഒരു സ്പേസ് ഇല്ല. നമ്മൾ ഓരോ തവണയും കുത്തുമ്പോൾ ഭക്ഷണം ഇറങ്ങി വരും, പക്ഷേ പല്ലിൻ്റെ ഇടയിൽ അത്രയും തന്നെ സ്പേസ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നീട് ഫുഡ് കൂടുതലായിട്ട് അതിനകത്ത് കയറും. അപ്പം നമ്മൾ ബ്രഷ് ചെയ്തു എന്ന് പറഞ്ഞാലും പല്ലിൻ്റെ ഇടയിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഡെൻ്റൽ ഫ്ലോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഡെൻ്റൽ ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല്ലിൻ്റെ ഇടഭാഗം ക്ലീൻ ആയിട്ട് വരും. അപ്പം നമുക്ക് പല്ലിൻ്റെ ഇടയിൽ കേടുണ്ടാകുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും.